ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വലിയ കോലാഹലമുണ്ടാക്കിയ ഒരു കൂട്ടരുണ്ട്. നമ്മുടെ സാംസ്കാരിക നായകർ. 100-ലധികം പേർ സാംസ്കാരിക നായക വേഷത്തിൽ മണ്ഡലത്തെ ഇളക്കി മറിച്ച് പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല എന്ന് മാത്രമല്ല, സ്വരാജ് പൊട്ടി പാളീസുമായി. കേവലം CPM-ന്റെ കുഴലോത്തുകാർ എന്നറിയപ്പെടുന്നവർക്ക് ജനത്തിനുമേൽ ഒരു സ്വാധീനവും ചെലുത്താനായിട്ടില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന് പരന്ന വായനയും അഗാധ പാണ്ഡിത്യം എന്നിവയെല്ലാം ഉണ്ടെന്നൊക്കെയായിരുന്നു ഈ സാംസ്കാരിക നായകർ വാഴ്ത്തിപ്പാടിയത്. എന്നാൽ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും സാംസ്കാരിക രംഗത്ത് അതിനേക്കാൾ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും അതൊക്കെ അവഗണിച്ച് സ്വരാജാണ് പുരോഗമന ബുദ്ധിജീവി എന്നായിരുന്നു ഇക്കൂട്ടരുടെ വാദം. എന്നാൽ ഇവരെല്ലാം ഉയർത്തിയ ഇടത് നരേറ്റീവിന് ഒരു അംഗീകാരവും കിട്ടിയില്ല എന്ന് തന്നെ നമുക്ക് തിരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കോൺഗ്രസ് അണികൾ സോഷ്യൽ മീഡിയയിൽ ഇവരെ അന്യഗ്രഹ ജീവികളായി പ്രഖ്യാപിച്ച് ഇപ്പോൾ വലിച്ചുകീറി ഒട്ടിക്കുന്നത്. ഈ സാംസ്കാരിക നായകരെ ചീനച്ചട്ടിയിലെടുത്ത് വറുത്ത് പൊരിച്ചെടുക്കുന്ന മട്ടിലായിരുന്നു നമ്മുടെ നടനും എഴുത്തുകാരനുമായ ജോയ് മാത്യുവിന്റെ പ്രതികരണം. ജോയ് മാത്യു ആര്യാടൻ ഷൗക്കത്തിനൊപ്പം പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. കാട്ടാന വന്നു, ജനം ക്ഷമിച്ചു. കാട്ടുപന്നി വന്നു, ജനം ക്ഷമിച്ചു. കടുവ വന്നു, ജനം ക്ഷമിച്ചു. കാട്ടുപോത്ത് വന്നപ്പോഴും ജനം ക്ഷമിച്ചു. എന്നാൽ എഴുത്തുകാർ വന്നു, ജനം പ്രതികരിച്ചുവെന്ന തികഞ്ഞ പരിഹാസത്തോടെ അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. ആശാ വർക്കർമാരുടെയും PSC റാങ്കുകാരുടെയും സമരം ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളോട് അനുകൂലമായോ എതിർത്തോ ഇക്കൂട്ടത്തിൽ ഒരു സാംസ്കാരിക നായകനും പ്രതികരിച്ചിട്ടില്ല. ആ ഭാഗത്തേക്കൊന്നും മുഖം തിരിക്കാൻ തയ്യാറാകാത്തവരാണ് സ്വരാജ് എന്ന വ്യക്തിയെ ഉയർത്തിക്കാട്ടി ഇടതു മുന്നണിയുടെയും സർക്കാരിന്റെയും പ്രമോഷന് ശ്രമിച്ചത്. എന്നാൽ പിണറായി സർക്കാർ 3ാം ടേം എത്തുകയാണെങ്കിൽ കിട്ടാനിടയുള്ള പദവികളിലാണ് ഇവരുടെ കണ്ണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വിമർശനം. എന്നാൽ ജനങ്ങൾ അത് പൊളിച്ച് പെട്ടിയിലാക്കി കൊടുത്തിരിക്കുകയാണ്.